ഈ വീഡിയോ എടുക്കലും പറക്കലും കാണുമ്പോൾ തോന്നും ഏതാണ്ട് ഏക്കർ കണക്കിനുള്ള പച്ചക്കറിത്തോട്ടം ഉണ്ടെന്ന്. അങ്ങനെയല്ല കേട്ടോ. എന്നാലും നമുക്കിന്ന് ഒരു വഴുതനങ്ങ വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാം. 3 ടേബിൾ സ്പൂൺ വെള്ളത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ കസകസിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. കുതിർന്ന് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലേക്ക് 2 പച്ചമുളക്, 3 വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പോളം ഉള്ളിയും കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. ഇനി എണ്ണയിൽ കടുക് പൊട്ടിച്ച് കഴിയുമ്പോൾ ഒരു 2 സവാള ചെറുതായി അരിഞ്ഞിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴന്നു വരുമ്പോൾ ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം, ഒരു ചെറിയ തക്കാളി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ അരപ്പ്, ഇതാണ് ശരിക്കുള്ളൊരു മസാല കൂട്ടിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. എന്നിട്ട് ഈ മസാലയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1 മുതൽ 1.25 കപ്പ് വരെ വെള്ളം ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇനി വഴുതനങ്ങ ഇട്ട് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഇത് പെട്ടെന്ന് വെന്ത് വരും. ഇനി ഇതിലേക്ക് നല്ല കളറിന് വേണ്ടി കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഒരു വഴുതനങ്ങ ഗ്രേവി തയ്യാറായി. അടിപൊളി കറിയാണ് കേട്ടോ. ഒന്ന് ഉണ്ടാക്കി നോക്കിയേ. താങ്ക്